കൊച്ചി തീരത്തോട് ചേർന്ന് MSC എൽസ എന്ന കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. അപകടങ്ങളിൽ കേസെടുക്കുന്നത് ഷിപ്പിംഗ് മന്ത്രാലയമാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ദൌത്യവും തുടങ്ങിയിട്ടുണ്ട്. മെയ് 25-ന് കപ്പൽ മറിഞ്ഞ് 4-ാം ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. കപ്പൽ കമ്പനിക്കെതിരെ ഉടൻ കേസെടുക്കേണ്ടതില്ല. കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിലവിൽ പ്രാധാന്യം നൽകണമെന്നും ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകുമെന്നും തീരുമാനിച്ചു. ഡെപ്യൂട്ടി നോട്ടിക്കൽ അഡ്വൈസർ ക്യാപ്റ്റൻ അനീഷ് ജോസഫിനെ നഷ്ടപരിഹാര ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിൽ സർക്കാരിനെ സഹായിക്കാൻ നിയോഗിച്ചതായി ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അറിയിച്ചു. കപ്പലിലെ എണ്ണ വേർതിരിച്ചെടുക്കുന്നതുവരെ കപ്പലിന്റെ 20 നോട്ടിക്കൽ മൈലിലുള്ള മത്സ്യബന്ധനം അനുവദിക്കേണ്ടതില്ല എന്നും തീരുമാനമുണ്ട്. MSC കപ്പൽ കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി അടുത്ത ബന്ധമുണ്ടെന്നും യോഗവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ക്രിമിനൽ കേസിലേക്ക് എത്തിക്കാതെ ഇൻഷുറൻസ് ക്ലെയിം വഴി പരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തുണ്ടായ നഷ്ടം ക്ലെയിം ചെയ്തു വാങ്ങാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ച് അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്തിൽ. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ദൌത്യവും ആരംഭിച്ചു. 12 അംഗ മുങ്ങൽ വിദഗ്ധരാണ് ദൌത്യസംഘത്തിലുള്ളത്. 24 ഡൽഹി.